അതിൽ ഫേസർ ഡയഗ്രാം തന്നെയാണ് ഫേസർ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഫേസർ ഡയഗ്രാം കണ്ടാലേ ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ വി എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. അതിൽ നിന്ന് 90 ഡിഗ്രി 45 90 ഡിഗ്രിയിൽ I3 3 ആംപിയർ. വി സപ്ലൈ വോൾട്ടേജും I2 തമ്മിൽ 3 ബ്രാഞ്ച് ഉണ്ട്, 2 ആംപിയർ. I1 എന്ന് പറഞ്ഞാൽ 3 ആംപിയർ 30 ഡിഗ്രിയിൽ. മുകളിലോട്ടുള്ളതൊക്കെ ലീഡിങ് ആക്കി എടുക്കുകയാണെങ്കിൽ താഴേക്കുള്ളത് ലാഗ് ആക്കി എടുക്കേണ്ടി വരും. എനിവേ നമുക്ക് നോക്കാം. ദെൻ വീന നമ്മൾ റെഫറൻസ് ആക്കി എടുത്തു. എന്നിട്ട് I1 എന്ന് പറയുന്നത് താഴേക്കുള്ളതിനെ ലാഗ് ആക്കി എടുത്തിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് മുന്നിലും കറണ്ട് I1 എന്ന് പറയുന്ന ബാക്കിലുമാണ്. 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആ പാത്തിലൂടെ പോകുന്ന കറണ്ട്. ആ പാത്തിൽ എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ 3 3.33 ഓം വരും. അതിൻ്റെ കൊസൈൻ ആംഗിൾ എന്ന് പറയുമ്പം അവിടെ എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. അതായത് 3.33 കോസ് 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.866 866 കൊണ്ട് ഗുണിച്ചാൽ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്താൽ മതി. 2.887 എന്ന് പറയും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആവാനുള്ള കാരണം തന്നെ ലാഗ് ആയതുകൊണ്ടാണ്. നമ്മൾ താഴേക്ക് എടുത്തത് ലാഗ് ആയതുകൊണ്ടാണ്. ഇപ്പം 3.33 സൈൻ 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ്. 1.66 ഓമാണ് വരിക. അടുത്തത് രണ്ടാമത്തെ പാത്ത് ലീഡ് ചെയ്യാണ് 45 ഡിഗ്രി. ലീഡ് ചെയ്യുമ്പോഴും ഇമ്പിഡൻസ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ 2 5 ആംപിയർ. പക്ഷെ ലീഡ് ചെയ്യണമെങ്കിൽ അവിടെ റെസിസ്റ്റർ മാത്രം പോരാ, ഇമ്പിഡൻസിൽ റെസിസ്റ്റർ ഉണ്ടാവും, കപ്പാസിറ്ററും ഉണ്ടാവും. അപ്പോൾ 10 കോസ് 45 3.5355. അതുപോലെ തന്നെ C2 ഉണ്ടാവും. C2 ഉണ്ടാവും. C2 എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ ബ്രാഞ്ച് ആയതുകൊണ്ടാണ്. രണ്ട് വാല്യൂം തുല്യമാണ്, കാരണം 45 ഡിഗ്രി ആയതുകൊണ്ട്. ഇനി വോൾട്ടേജിൽ നിന്ന് 45 പ്ലസ് 45 90 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുണ്ടാവാനുള്ള സാധ്യതയില്ല, റെസിസ്റ്റർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരു പ്യുവർ കപ്പാസിറ്റർ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വോൾട്ടേജിൽ നിന്ന് 90 ഡിഗ്രി ലീഡാവുന്നത്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൗസ് പോണ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് I3 ആണ് മുന്നോട്ട് പോകുന്നത്. I3ൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് വോൾട്ടേജ് 10 ആയതുകൊണ്ട് 10 ഡിവൈഡ് ബൈ 3 33.33 ആണ്. അപ്പോൾ മൂന്നാമത്തെ സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസേ ഉണ്ടാവുള്ളൂ. അത് 3.33 ആണ്. അത് 90 ഡിഗ്രി ആയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ പരിപാടി എളുപ്പമാണ്. ഇനി ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് I3 ചെയ്യണം. ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ I1 പ്ലസ് I2 പ്ലസ് I3 വെറുതെ 2 പ്ലസ് 3 പ്ലസ് 3 5 3 8 എന്ന് എഴുതാൻ പറ്റൂല. കാരണം വെക്റ്റർ അഡീഷൻ ആണ്. വെക്റ്റർ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് I1 എന്ന് പറയുന്നത് 3 കോസ് 30 പ്ലസ് ജെ കോസ് 30 ഇടേണ്ടി വരും. അതേപോലെ തന്നെ മറ്റേത് കോസ് 45 പ്ലസ് ജെ കോസ് 45 ഇടേണ്ടി വരും. രണ്ടാമത്തെ കേസിൽ 3 ഇൻറ്റു 0 പ്ലസ് J11 എഴുതേണ്ടി വരും. കാരണം ഇങ്ങനെ എഴുതേണ്ടി വരുന്നത് വെക്റ്റർ ആയതുകൊണ്ടാണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് കൊണ്ടാണ്. സോ ഇവിടെ മൂന്നാമത്തെ വാല്യൂവിൽ മൂന്നാമത്തെ ബ്രാഞ്ചിൽ റെസിസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4.03 ജെ, ഇതിനും മാഗ്നിറ്റ്യൂഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടതെങ്കിൽ വീണ്ടും റൂട്ട് ഓഫ് 4.0123 സ്ക്വയർ 2 പ്ലസ് 0.9142 സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2.9142 ഡിവൈഡ് ബൈ 4.01 4.92. ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. 36 ഡിഗ്രി നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവാണ് നമുക്ക് ലഭിക്കുന്നത്.
ഓക്കെ, എനിവേ സപ്ലൈ വോൾട്ടേജിനെ ഈ ഫോമിലോട്ട് മാറ്റുകയാണെങ്കിൽ 10√2 സൈൻ 2 × 3.14 × 50 × t, ദാറ്റ് ഈസ് 314 × t എന്നാവും. 10 എന്ന് പറയുന്നതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ മാക്സിമം വാല്യൂ ആവുള്ളൂ. 10 എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. I1 അതേമാതിരി തന്നെ 3√2 സൈൻ 314 മൈനസ് 30 ഡിഗ്രി, ലീഡ് ആവുമ്പോൾ പ്ലസ് 45 ഡിഗ്രി. 2 ആംഗിൾ √2 സൈൻ 313 പ്ലസ് 45 ഡിഗ്രി. ഇത്രയും എന്ന് പറഞ്ഞാൽ 3√2 3 3√2 സൈൻ 314 t പ്ലസ് 90. ടോട്ടൽ എന്ന് പറയുമ്പോൾ 4.96√2 സൈൻ 314 t പ്ലസ് 36. പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു ആക്റ്റീവ് കോമ്പണൻറ്റ്, ദറ്റ് ഈസ് 10 × 4.019 കൊണ്ട് മാത്രം, ഈ കോമ്പണൻ്റ് കൊണ്ട് മാത്രം ഗുണിക്കുമ്പോൾ അബ്സോർബ് പവർ കിട്ടും 40.12 വാട്ട്സ് ആണ്. ഈ -30 മറ്റേ ലീഡിൽ +30 ആയതുകൊണ്ടാണ് 36. കാരണം ലീഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ 36 പ്ലസ് ആയാൽ ഇവിടെയല്ലേ വരിക റിസൾട്ടൻ്റ്. ഈ 3 കറണ്ട് കോമ്പണൻറ്റിൻ്റെയും കൂടി റിസൾട്ടൻ്റ് കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ് വരിക. അതായത് മുകൾ ഭാഗം നമുക്ക് ലീഡായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ സർക്യൂട്ട് ലീഡാണ് എന്ന് കണക്കൂട്ടിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.